നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോൾ ഹിച്ച് ഹൈക്കിൻ നൊമാദ് എന്ന് പറയുന്നൊരു വ്യക്തിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ന്യൂസിലൊക്കെ വാർത്ത വന്നു. ഒരു ബ്ലോഗറാണ്, നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ഫോളോ ചെയ്യുന്ന, ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. അത്രയും പ്രശസ്തനായ ഒരു യൂട്യൂബ് ബ്ലോഗറാണ് ഹിച്ച് ഹൈക്ക് നൊമാദ് എന്ന് പറയുന്നത്. മഹീൻ എന്ന് അറിയപ്പെടും. മഹീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആമസോൺ കാടുകൾ, പെറു എന്ന രാജ്യത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആമസോൺ എന്ന് പറഞ്ഞ ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിൽ ഒരു യാത്ര നടത്തുകയുണ്ടായി. അദ്ദേഹം ഈ ലോകം മുഴുവൻ കറങ്ങി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. ക്യാമറ എടുക്കാത്ത സമയത്ത് ഫുള്ള് ചിലപ്പോൾ ഇടിക്കാനൊക്കെ പോകും. കുറേ പ്രാവശ്യം ഇടിച്ചു. അപ്പോഴൊന്നും ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. ഇതാണ് സംഭവം. അദ്ദേഹം അവിടെ ആ രാജ്യത്ത് ചെല്ലുന്നു. അവിടെ ഇല്ലീഗലായിട്ട് ഒരു രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പെറുവിൻ്റെ അടുത്ത് ഒരു രാജ്യത്തേക്ക് ഇല്ലീഗലായിട്ട് പോകുന്നു. ഇല്ലീഗലായിട്ട് പോകാൻ വേണ്ടി ചെയ്യുന്ന മാർഗം എന്ന് പറയുന്നത്, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആമസോൺ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ. ആ കാട്ടിൽ 60 ഗോത്ര വിഭാഗങ്ങളായി പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ ചെറിയ ഐലൻഡുകൾ പോലെയാണ് അവിടെ ആളുകൾ താമസിക്കുന്നത്. അവിടെ ഭയങ്കര പോപ്പുലേഷനൊക്കെ ഉണ്ട്. 30 ദശലക്ഷം പോപ്പുലേഷനുള്ള വലിയൊരു ഏരിയയാണ് അത്. പല സ്ഥലങ്ങളിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബ്രസീലിൽ 60% ഫോറസ്റ്റും, പെറു, കൊളംബിയ, ശരിക്കും ഇവൻ പെറു എന്ന് പറഞ്ഞ രാജ്യത്താണ് ഉള്ളത്. അത് 13% പെറുവിലാണ് ആമസോൺ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ബ്രസീലിൽ 60% ഫോറസ്റ്റാണ്. അപ്പോൾ 30 ദശലക്ഷം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓരോ ഐലൻഡുകളായിട്ടാണ് ഇവർ താമസിക്കുന്നത്. നമ്മുടെ എന്നാ പറയണ്ട, ഒരു 10, 20, 30 കൊല്ലം പുറകോട്ടേക്കാണ് അവിടുത്തെ ഒരു സംവിധാനം നടക്കുന്നത്. കാരണം ആലപ്പുഴയിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് മെയിൻ ബോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കാണുന്ന വലിയ യന്ത്രനിർമ്മിത ബോട്ടുകളോ വലിയ കപ്പലുകളോ ഒന്നും അവിടെ കാണാനില്ല. വളരെ ചെറിയ ജങ്കാറുകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. വളരെ ചെറിയ മോഡൽ സംഭവങ്ങളൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഈ നൊമാദിന് 2 കൂട്ടുകാരെ കിട്ടുന്നു. ഈ കൂട്ടുകാരെ എരിവ് കയറ്റി, അങ്ങനെ വേണമെങ്കിൽ പറയാം, പെറുവിലേക്ക് പോകാൻ വേണ്ടി, പെറുവും വേറൊരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ഇവൻ്റെ ഒരു ആഗ്രഹം, ഇവനൊരു ചങ്ങാട നിർമ്മിക്കുന്നു. കുറേ മരങ്ങളൊക്കെ കൂട്ടി, ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം. കുറേ മരങ്ങളൊക്കെ കൂട്ടി പുള്ളി ഒരു ചങ്ങാടം ഉണ്ടാക്കുന്നു. ചങ്ങാടം മീൻസ് 3-4 മരങ്ങൾ ഇട്ട് അതിൻ്റെ മുകളിൽ പലകയടിച്ച് അതിൻ്റെ മുകളിൽ ടാർപ്പയൊക്കെ വിരിച്ചൊരു കമ്പൊക്കെ കൊണ്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് പുള്ളിയും ഇവരും കൂടെ ഈ ആമസോൺ ഫോറസ്റ്റിലെ ഈ റിവറിലൂടെ ഇങ്ങനെ പോവുക. അതൊരു പുഴയാണ്. ഒരുപാട് കമ്പുകളും ആഴങ്ങളും വലിയ ചുഴികളും ഉള്ള വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലം. ഈ 3 പേർക്കും അവിടുത്തെ ഭൂമിശാസ്ത്രപരമായി ഒന്നും അറിയത്തില്ലാത്ത വെവ്വേറെ രാജ്യത്തു നിന്ന് വന്ന ആളുകൾ. അവർ 3 പേരും ഒരുമിച്ച് തുഴഞ്ഞു പോവുകയാണ്. അങ്ങനെ പോകുന്ന വീഡിയോ പുള്ളി എടുത്തിടുന്നു. ഒരു ദിവസം കണ്ട് അവർ ആ ചങ്ങാടത്തിൽ താമസിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അവരെ കാണാനില്ല. 4 ദിവസമായിട്ട് പുള്ളി ഒരു വീഡിയോ പോലും ചെയ്തില്ല. ഇന്നാണ് അദ്ദേഹം ഒരു വീഡിയോ കൊണ്ട് ഈ നിമിഷം അദ്ദേഹം വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ എന്താണെന്ന് നോക്കാം, എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കേട്ടോ, പലതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്. ഇപ്പം ഞാൻ ഒരു വില്ലേജിലാണ്. ഈ വില്ലേജിൽ ഈ കാണുന്ന ഒരാൾക്ക് മാത്രം ഫോണുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റിവർ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ യാത്ര ആരംഭിച്ചത്. ഇത്രമാത്രം റിസ്ക്കാണ് പുള്ളി എടുത്തതെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ഇത്രയും വലിയ ഡേഞ്ചറായ ഒരു അവസ്ഥയിൽ കടന്നുപോയ ആൾക്ക് ഇത്രയും പരിക്ക് പോരാ. കാരണം ആമസോൺ കാടുകളെ പറ്റി നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് മനസ്സിലാവും. ഒരുപാട് മരങ്ങൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുന്ന മരങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ
ഇവരുണ്ടാക്കി ചങ്ങാടം മറിഞ്ഞ് ഇവർക്ക് ഒരുപാട് പരിക്ക് പറ്റി എന്ന് പറയുമ്പോൾ തന്നെ കുറേ നേരം കഴിഞ്ഞ് ഇദ്ദേഹത്തിന് വലിയ പരിക്കുകളൊന്നും തന്നെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണാനില്ല. പുഴയുടെ ഒഴുക്കും ശരിക്കും കൈവിട്ട കളിയാണ്, ഒരു ആത്മഹത്യാപരമായിട്ടുള്ളൊരു കളിയാണ് ഈ പുഴയുടെ മഹീൻ ഇങ്ങനെ സ്റ്റക്കായി കിടക്കും. അവൻ സ്വന്തം ജീവിതം വെച്ച് കളിക്കുന്നത്. നമ്മൾ പോകുന്നുണ്ട്, ഇതുപോലെ ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ചെല്ലുന്നു, പുഴയുടെ അവിടെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവം ആണ് അവർ ചെയ്തത്. ഒരിക്കലും ഇത്രയും വലിയ റിവറാണ് അവിടെ ഉള്ളത്. ആ റിവറിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് നീന്തി രക്ഷപ്പെടാൻ പറ്റാത്ത അത്രയും ചുഴികളുള്ള വലിയ ഒരു ഇതാണ്. നിങ്ങൾ ആമസോൺ കാടുകളെ പറ്റി ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഏത് സമയം മഴകളൊക്കെ ഉള്ള, പിടിച്ച് ഞാൻ അതുപോലെ ഒരുപാട് ക്ഷുദ്ര ജീവികളുള്ള, അല്ലെ, മൊട്ടത്തലയും കുരങ്ങന്മാരുള്ള അങ്ങനെയുള്ള പുള്ളിപ്പുലികളല്ല. ഈ ആമസോൺ ഫോറസ്റ്റിൽ 10-30 പരം ജൈവ വൈവിധ്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്രയധികം സ്പീഷീസ് വർദ്ധിക്കുന്നത്. കാരണം അതുപോലെ അവിടെ എത്തപ്പെട്ട് കഴിഞ്ഞാൽ കോളറ, മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള സംഭവങ്ങൾ, ഏറ്റവും കൂടുതൽ പനിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മനുഷ്യന് ഉണ്ടാവുമെന്നാണ് അതിൽ പറയുന്നത്. അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് വായിക്കുവാണെങ്കിൽ അതിൽ മനസ്സിലാകുന്ന രോഗങ്ങളുടെ അതിപ്രസരണം അവിടെ ഉള്ളത്. അതുപോലെ തന്നെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള തവളകൾ, അതുപോലെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആനക്കൊണ്ട, വലിയ വലിയ പാമ്പുകൾ, ഇത്രയും ഡേഞ്ചറായിട്ട് ഈ ഫോറസ്റ്റിലാണ് ഈ പുള്ളി പെട്ടത്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വിമാനം തകർന്ന് ഒരു കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുന്ന ഒരു വലിയ വാർത്ത നമ്മൾ കേട്ടു. അത് ഈ ഫോറസ്റ്റിലാണ്. അവർ സർവൈവ് ചെയ്തു. ഈ മഹീൻ എന്ന് പറഞ്ഞ ആൾ ഇത്രയും വലിയ ഫോറസ്റ്റിലേക്ക്, ആമസോൺ കാട്ടിലേക്ക് കയറിപ്പോയി. അദ്ദേഹം അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമെന്നപ്പോൾ ആമസോൺ കാട്ടിൽ പോകണമെന്നും പറഞ്ഞ് പോയതാണ്. നടന്നു പോകുന്ന വഴി പോലും അതിമാരകമായ ശേഷിയുള്ള പാമ്പുകളും അതുപോലെ ക്ഷുദ്രജീവികൾ, നമ്മൾ കണ്ടിട്ടില്ലും കേട്ടിട്ടുമില്ലാത്ത അത്രയും സ്പീഷീസ് താമസിക്കുന്ന ഒരു ഫോറസ്റ്റാണ് ആമസോൺ. അവിടെ സസ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ജീവനോടെ പുറത്തു വരിക എന്ന് പറയുന്നത് അത്ര ആത്മഹത്യാപരമാണ്. കാരണം അത്രേ നമ്മുടെ ജീവിതം കളഞ്ഞു പോകുന്ന, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തൊരു യാത്ര പോലെയാണ് ആമസോൺ കാടുകളിലെ യാത്രയെപ്പറ്റി വലിയ ഗവേഷകർ പറയുന്നത്. ഇത് യാത്രയുമായി ബന്ധപ്പെട്ട് ഗവേഷകർ പറയുന്നത് അത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയാണ്. അതുപോലെ ഇവർ താമസിക്കുന്ന ഐലൻഡുകൾ പോലും വലിയ എന്താ പറയേണ്ട നെറ്റ്വെറ്റി കണക്റ്റുകളോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റുകളോ ഫോൺ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത വളരെ പ്രാചീനമായ ആളുകൾ അവരിങ്ങനെ വന്ന് താമസിക്കുന്ന ഒരു ഐലൻഡുകളാണ്. അവർക്ക് വലിയ വിദ്യാഭ്യാസമോ ഒന്നുമില്ല. അവർ ചെറിയ ചെറിയ സെറ്റപ്പിൽ താമസിക്കുന്ന ഒരു ഐലൻഡ് സമൂഹമാണ്. ഫിഷിങ്ങും ഒരു സാധനങ്ങൾ മറ്റു സ്ഥലത്ത് എത്തിങ്ങനെ വലിയ ജങ്കാറുകളിലും കപ്പലുകളിലും ഒക്കെ എത്തിക്കേണ്ട അതിഭയങ്കരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് ഇദ്ദേഹം ചെല്ലുന്നത്. ഇദ്ദേഹത്തിൻ്റെ യാത്രകളോട്, ഇദ്ദേഹത്തിൻ്റെ അഡ്വഞ്ചറിനോട് എനിക്ക് വലിയ താല്പര്യക്കുറവൊന്നുമില്ല. എങ്കിൽ പോലും ഇപ്പോൾ കാണിച്ചതിൽ എന്തോ ഒരു മാഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട ആൾക്ക് ഏൽക്കേണ്ട പരിക്കുകളൊന്നും അദ്ദേഹത്തിന് പരിക്ക് ഏൽക്കായിരുന്നു നന്നായി. കാരണം ഇത്രയും വലിയ ആമസോൺ ഫോറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് തന്നെ ബാക്കി 2 പേർക്കും ഒരു കുഴപ്പമില്ലാതെ അവരും രക്ഷപ്പെട്ടു, ആളുകൾ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നതൊക്കെ വളരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവർ ഈ ചെയ്ത എഫേർട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഉദ്യമത്തിന് പോയത് തന്നെ വളരെ മണ്ടത്തരമാണ്. നമ്മളുടെ മറ്റൊരു രാജ്യത്ത് കയറി ചെന്ന് അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക്, ആ രാജ്യത്തിലെ നിയമങ്ങൾ നോക്കാതെ, ആ രാജ്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇല്ലീഗലായി നമ്മുടെ കയ്യിൽ വേണ്ട പേപ്പറുകളോ വിസയോ ഇല്ലാതെ കടന്നു ചെന്ന് അത് മറ്റുള്ളവരൊക്കെ ഒരുപാട് ബാധിക്കും. ആൾക്കാരുടെ എണ്ണം കൂട്ടുവാൻ വേണ്ടി ഇത്രയും വലിയ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തം ജീവിതം അല്ലെങ്കിൽ ജീവൻ വെച്ച് കളിക്കരുതേ എന്ന് എനിക്ക് പറയാനുള്ളൂ. മഹീനായാലും പലരും ആയിക്കോട്ടെ, സോളോ ട്രാവലർമാർ ഒരുപാടുണ്ടാകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ട് ഒരു സംവിധാനവും ഇല്ലാതെ ഒരു രാജ്യത്തോടെ നടന്നും അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ചൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ട്. അവരെങ്ങനെ ചെയ്യുന്നത് അവരുടെ ഒരു പാഷനായിരിക്കാം, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനും. പക്ഷെ സ്വന്തം ജീവിതം കൈവിട്ട് കളിക്കുന്ന ഈ കളി നമ്മളെ പ്രതീക്ഷിച്ച ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലേ? നിങ്ങളുടെ വരുമാനം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് പേര് വീട്ടിലില്ലേ? അവരെയൊക്കെ സങ്കടത്തിൽപ്പെടുത്തിക്കൊണ്ട് ഇപ്പം നിങ്ങൾ 4-5 ദിവസം ആമസോൺ ഫോറസ്റ്റിൽ പെട്ടു. അത് എത്രയോ പേര് വാർത്ത ചെയ്തു, എത്രയോ പേര് ഈ ന്യൂസ് ചാനലിലും അതുപോലെ യൂട്യൂബിലും എടുത്ത് ചെയ്തു. വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. കാരണം നിങ്ങളെ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസയില്ല, നിങ്ങളെ ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് ഡീപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഡീപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ അവിടുത്തെ ജയിലിൽ പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് റദ്ദാവും.
പാസ്പോർട്ടിൽ പിന്നെ ആ രാജ്യത്തേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഇത് വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമായി കഴിഞ്ഞാൽ അതും ചൊറയാണ്. ഇങ്ങനെയൊക്കെ ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് സേഫ്റ്റി വേണം. നമ്മൾ എടുത്തു ചാടി ഇതുപോലൊരു ഹൈ റിസ്ക് ആയിട്ടുള്ള സംഭവത്തിലേക്ക്, അത് മാത്രമല്ല മറ്റ് 2 പേരെ ഈ പുള്ളിയുടെ ആഗ്രഹത്തിന് വേണ്ടി കൂടെ നിർത്തി അവരെ ഈ സംഭവത്തിൽ കയറ്റിക്കൊണ്ട് പോയത്. അവരുടെ ജീവനും വെച്ച് പന്താടുകയാണ് ചെയ്തത്. നിങ്ങൾ സ്വയം റിസ്ക് എടുക്കുന്ന ചെയ്തോ, പക്ഷെ മറ്റുള്ളവരെ എന്തിനാണ് ഇതിൽ പെടുത്തുന്നത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഇത്രയും സേഫ് അല്ലാത്ത അൺസേഫ് ആയിട്ടുള്ള ഒരു നാട്ടിലും അല്ലെങ്കിൽ ഒരു രീതിയും ഉണ്ടാക്കിയെടുത്ത ജങ്കാർ പോലത്തെ നമ്മുടെ ഈ പണ്ടത്തെ കാലത്തൊക്കെ കെട്ടി ഇങ്ങനെ, അത് വലിയ ഒഴുക്കുകളില്ലാത്ത അധികം ദൂരം പോകാൻ പറ്റാത്ത ചെറിയ ചെറിയ ദ്വീപുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അത്രയും വലിയ പുഴ മുറിച്ച് ഒഴുക്ക് നേരെ നീന്തുക അല്ലെങ്കിൽ ഒഴുക്ക് നേരെ പോവുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള, അവിടുത്തുകാർ തന്നെ അതിൽ ബോട്ട് ഓടിക്കുന്നത് ഒരു പുഴയുടെ സൈഡിൽ കൂടെയാണ്. അത്ര ഡേഞ്ചറാണെന്ന് അവർക്കറിയാം. കാരണം അതുപോലത്തെ ജീവികൾ ആ പുഴയിലുമുണ്ട് കാട്ടിലുമുണ്ട്. അത്ര ഡേഞ്ചറാണ്. സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും തന്നെ പറയുന്നത് ആമസോൺ കാടുകൾ പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് തിരിച്ചു വരിക എന്നുള്ള, ജീവനോട് വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. ഇദ്ദേഹം കാണിച്ചേക്കുന്ന ഇതിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും രീതിയിലാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. ഇനിയും നല്ല വീഡിയോസ് പുള്ളിക്ക് ചെയ്യാൻ സാധിക്കട്ടെ. കാരണം ഇതുപോലത്തെ ജീവൻ വെച്ചുള്ള കളികളിലേക്കൊന്നും പോവാതിരിക്കുക. ഓക്കെ, ബൈ.